ഇന്ന് വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഒരു 2 ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 ടീസ്പൂണൊക്കെ. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇവിടെ 2 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചൂടോടെ തന്നെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പത്തിരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരല്പം ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടിയും ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാഴൻ്റെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാവ് ഒരു 7 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു ബോൾ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂണൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മടക്കി കൊടുക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. എന്നിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ സൈഡിൽ. അപ്പോൾ നമ്മളെ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കണം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ അടകളും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.